കഴിഞ്ഞ ഒരു മാസത്തിൽ 5 കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയകൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അതീവ വൈദഗ്ധ്യവും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്ന ലാമെല്ലാർ കെരാറ്റോപ്ലാസ്റ്റി അഥവാ കോർണിയ മുഴുവനായി മാറ്റാതെ കേടുവന്ന പാളികൾ മാത്രമായി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയും ഇവിടെ വിജയകരമായി നടത്തിയിരിക്കുന്നു. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിപിൻ ഗോപാൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് കഴിഞ്ഞ ദിവസം അയച്ച മെസ്സേജാണിത്. എന്താണ് ഈ മെസ്സേജിന്റെ പ്രത്യേകത എന്നല്ലേ? പറയാം. സർക്കാർ മേഖലയിൽ രാജ്യത്താദ്യമായി കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന ആശുപത്രിയായി തിരുവനന്തപുരം ജനറൽ ആശുപത്രി മാറി. കേരളത്തിലെ ഒരു മാധ്യമവും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകില്ല. കാരണം കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ കൊട്ടേഷൻ എടുത്തവരാണവർ. സ്വകാര്യ ആശുപത്രികളിൽ മാത്രം നടത്തിവന്ന ചിലവേറിയ ശസ്ത്രക്രിയ ഒരു സർക്കാർ മേഖലയിലുള്ള ജനറൽ ആശുപത്രിയിൽ നടത്താനായി എന്നത് കേരളത്തിലെ നേത്ര ശസ്ത്രക്രിയയുടെ നിലവാരം തന്നെ ഉയർത്തുന്നതും ആരോഗ്യവകുപ്പിന് അഭിമാനിക്കാവുന്നതുമായ ഒരു നേട്ടമാണ്. കേരളത്തിന്റെ അന്ധതാ നിവാരണ പദ്ധതിയിൽ സുപ്രധാനമായ ഒരു ചുവടുവയ്പ് കൂടിയാണിത്. കരൾ മാറ്റിവെക്കലും ഹൃദയം മാറ്റിവെക്കലും തുടങ്ങി സ്കിൻ പോലും മാറ്റിവെക്കുന്ന രീതിയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മാറി. മരുന്നും ഡോക്ടറും പോലും ഇല്ലാതെയിരുന്ന 2016 മുൻപുള്ള കാലത്തു നിന്നാണ് നമ്മൾ ഈ നേട്ടങ്ങളിൽ എത്തി നിൽക്കുന്നത്. ആരെയാണ് ഇതൊക്കെ അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്ന് നമ്മൾ കുറേ നാളായി കാണുകയാണ്. അവർക്ക് വേണ്ടിയാണ് UDFും മാധ്യമങ്ങളും ഇന്ന് പണിയെടുക്കുന്നത്. അവരാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ തകരുന്നത് ഈ നേട്ടങ്ങളൊക്കെയാകും.